ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 9 ശ്ലോകം 2. മഹാർണവ വിഘൂർണിതം കമലമേവ തത് കേവലം വിലോക്യ തദുപാശ്രയം തവ തനും തു നാലോകയൻ കയേക്ഷ കമലോധരേ മഹതി നിസ്സഹായോ ഹ്യഹം കുതസ്ത്വിദിതമംബുജം സമജനീതി ചിന്താമഗാത്. മഹാസമുദ്രത്തിൽ ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന ആ താമര ഒന്നു മാത്രം കണ്ടിട്ട് ബ്രഹ്മാവ് അതിൻ്റെ ആശ്രയസ്ഥാനമായ അങ്ങയുടെ ശരീരത്തിനെ പോലും കാണാൻ കഴിയാതെ ഇരുന്നു. ഈ വലിയ താമരപ്പൂവിനുള്ളിൽ ഇരിക്കുന്ന നിസ്സഹായനായ ഈ ഞാൻ ആരാകുന്നു? ഈ താമരപ്പൂവ് എവിടെ നിന്നുണ്ടായി എന്നിങ്ങനെയുള്ള ചിന്തകൾ അലട്ടാൻ തുടങ്ങി. താമരപ്പൂവ് എവിടെ നിന്ന് വന്നുവെന്നും അതിൽ ഏകാഗിയായിരിക്കുന്ന താൻ ആരാണെന്നുമുള്ള ചിന്ത ബ്രഹ്മാവിനെ വ്യാകുലനാക്കി. അപ്പോൾ ബ്രഹ്മാവ് താമരപ്പൂവിനുള്ളിൽ നിന്ന് ആവിർഭവിച്ചപ്പോൾ ചുറ്റും മറ്റൊന്നും കാണാനില്ല. താൻ ആരാണെന്ന് പോലും ബ്രഹ്മാവിന് മനസ്സിലാകുന്നില്ല. തൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ചിന്തകൾ ഭഗവാനെ വ്യാകുലപ്പെടുത്തി. അതായത് ഭഗവാനെ അറിയുന്നത് വരെ എപ്പോഴും നമ്മൾക്ക് വിഷമം തന്നെയാണ്. ഭഗവാനെ കിട്ടിക്കഴിയുമ്പോഴേ നമ്മുടെ വ്യാകുലതകളെല്ലാം മാറുകയുള്ളൂ. എല്ലാവർക്കും ഭഗവാനെ ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.